നമുക്കൊരു എമ്മി പാസ്ത ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കതിന് എന്ത് വേണം? പാസ്ത വേണം. പാസ്ത ഉണ്ടാക്കാൻ പിന്നെ പാസ്ത അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ പാസ്തയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു വെറൈറ്റി പാസ്ത ഉണ്ടാക്കാൻ പോണേ. സോസേജ് പാസ്ത എന്താവുന്നൊന്നും അറിയില്ല. ലെറ്റ്സ് ട്രൈ. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് വെച്ചാൽ സവാള വേണം, പിന്നെ ജിഞ്ചർ ഗാർലിക് വേണം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോസേജ് വേണം. അപ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഈ സവാളയും പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് സോസേജ്, അതാണ് നമ്മുടെ ഇന്നത്തെ സോസേജ് പാസ്തയ്ക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ബേസ് ഇൻഗ്രീഡിയൻ്റ് ആവും. പിന്നെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് സോസേജ് ചേർക്കാം. നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും സോസേജും മാത്രം മതിയെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേനും ഇച്ചിരി മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കണ്ടത്. സ്പ്രിംഗ് ഓണിയൻ ഞാൻ തന്നെ ഇവിടെ തന്നെ നട്ടിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലേക്ക് കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചുകൂടെ കളറായിക്കോട്ടെ, അതൊക്കെ ഇടാമെന്ന്. അന്നേരമാണ് തൊട്ട് താഴെ തന്നെ കുറച്ച് സോസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും സോസും കൂടെ ചേർക്കാമല്ലോ. അതിന് സോസും സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്: സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില. ഇത്രയാണ് നമുക്കിപ്പം വേണ്ടത്. ഇനി പാചകം ചെയ്യുന്ന സമയത്താണ് സോസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മസാല, ഗരം മസാല, ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് സാട്ട് ചെയ്യാം. പൊടിയൊക്കെ ഇട്ട് ഉള്ളി ഒന്ന് വഴണ്ട് ഏകദേശം ഒന്ന് വെന്ത് വരാറായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഈ സോസേജ് ഇടാൻ പോവാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഇതിലോട്ട് പാസ്ത, വെന്തിരിക്കുന്ന പാസ്ത ഒക്കെ അങ്ങനെ വെന്ത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് സോസ് ചേർക്കാം. അപ്പം ഞാനിവിടെ ചേർക്കാൻ പോകുന്ന സോസ് ഒരു റെഡ് ചില്ലി സോസും നെക്സ്റ്റ് വൺ ടൊമാറ്റോ കെച്ചപ്പും. ഇത് രണ്ടുമാണ് ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു. ഓക്കെ, now we are going to add some red chili sauce. ഇത് റെഡ് ചില്ലി സോസാണ്. ഇതും ഇച്ചിരി ചേർക്കുക. ഓക്കെ, സാധാരണ ഞാനിങ്ങനെയല്ല കേട്ടോ പാസ്ത ഉണ്ടാക്കുക. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വൈറ്റ് സോസ് പാസ്തയാണ് ഇഷ്ടം. നമ്മുടെ പാലൊഴിച്ച് ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് ചെയ്യില്ലേ, ആ പാസ്തയാണ് ഇഷ്ടം. പിന്നെ ചീസ് ചേർത്ത് ചെയ്യുന്നതും ഇഷ്ടമാണ്. കൂടുതലും വൈറ്റ് സോസ് പാസ്തയാണ് മെയിനായിട്ട് ഇവിടെ ചിലവാകുന്നത്. പിന്നെ ചീസ് ഇട്ടാലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാണ്. ഇനി ഇതിലോട്ട് വേവിച്ച് വെള്ളമൊക്കെ മാറ്റി ഊറ്റി വെച്ചേക്കുന്ന പാസ്ത കൂടെ ആഡ് ചെയ്യാം.
അപ്പം ഞാൻ പാസ്ത എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാസ്ത വെക്കണേ. ചിക്കൻ പാസ്ത പോലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. കഴിച്ചിട്ടുണ്ട് ഒരു ചിക്കൻ പാസ്ത, പക്ഷേ ഇതുവരെ ഞാൻ ചിക്കൻ പാസ്ത ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കൂടുതലും വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ചീസ് പാസ്ത ഇതാണ് ഇവിടെ ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു സോസേജ് പാസ്ത. ചിക്കൻ ഇല്ലായിരുന്നു, സോ സോസേജ് ഇരുന്നത് വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പാസ്ത ഉണ്ടാക്കുന്നത്. ഞാൻ അത്ര നല്ല പാചകക്കാരിയൊന്നും അല്ല, അറിയാമെന്നുള്ളൊരു ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പാസ്ത. ഇതിൽ വേണമെങ്കിൽ നമുക്കിനി ചീസൊക്കെ ചേർക്കാം. കൂടുതൽ കുളമാക്കണോ എന്നുള്ളൊരു ഡൗട്ട് കാരണം ഞാൻ ചീസ് ഇപ്രാവശ്യം ചേർക്കുന്നില്ല. ഇതിപ്പോൾ കാണാനൊക്കെ ഓക്കെയാണ്. ഇത് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഡെഫിനറ്റായിട്ടും ഞാൻ ചീസൊക്കെ ചേർത്ത് ഉണ്ടാക്കും. ഇതിപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത് ഇങ്ങനെ മതി. കൂടുതൽ ഇനി ഇതിലോട്ടൊന്നും ആഡ് ചെയ്ത് നിൽക്കുന്നില്ല ഞാൻ. ഇത് കഴിച്ച് ഇഷ്ടമാവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ചീസ് ഇട്ടൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിങ് ഓണിയൻ, സ്പ്രിങ് ഓണിയൻ, അങ്ങനെ പാസ്ത ഇവിടെ പ്ലേറ്റിലായിട്ടുണ്ട്. ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചേട്ടൻ്റെ അടുത്ത് തന്നെ പരീക്ഷിക്കാം. എൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചേട്ടനെ കാണിക്കാത്തത്. സക്സസ് ആയിരിക്കുന്നു ഗൈസ്, സക്സസ് ആയിരിക്കണു. ഇനി എൻ്റെ മോളോട് കൂടെ ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. കണ്ടമ്മ, അമ്മ പാസ്ത ഉണ്ടാക്കി. ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത്. എപ്പോഴും നിനക്ക് വൈറ്റ് സോസും ചീസും ഉള്ള പാസ്തയല്ലേ, നമ്മൾ വെറൈറ്റി ആയിട്ട് സോസേജ് ഇട്ടുണ്ടാക്കി. സോസേജ് മാത്രം എടുത്ത് കഴിക്കാനല്ല, ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. എടുത്ത് കഴിക്കേ, സ്പൂണ് പിടിച്ച് എടുത്ത്. ഇത് ചെറിയ ചൂടുണ്ട്. സോസേജ് മാത്രം എടുക്കാനല്ല നിൻ്റെ അടുത്ത് പറഞ്ഞത്. ഊതി കഴിക്കുക, ചൂടുണ്ട്. ഇഷ്ടമായോ? കൊള്ളാം. ഇനി ഇത് ഇവിടെ ഗ്രേപ്സും കഴിച്ചുകൊണ്ടിരിക്കുന്ന കനിക്കുട്ടൂൻ്റെ അടുത്ത് ചോദിക്കാം. കനിക്കുട്ട, പാസ്ത ട്രൈ ചെയ്യോ? പാസ്ത ട്രൈ ചെയ്യാം. ഹോട്ട് ഇതാ മോനെ, പാസ്ത ട്രൈ ചെയ്തേ, കൊള്ളാമോ നോക്കിയേ? ഇല്ല, പ്ലീഷടാ. ചിക്കൻ ഉണ്ട്, വേണ്ട ചിക്കൻ. അണ്ണകി എരിയുണ്ടെന്ന് പറയുന്നവരിട്ട് കനിയുടെ മൂഡ് പോയതാ, പിന്നെ ഞാൻ നിർബന്ധിച്ചതുമില്ല. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇച്ചിരി തേന് ചേർത്ത്, കാരണം മുളക് കൂടിയിട്ട് ഇച്ചിരി എരിവ് കൂടുതലുണ്ട്. അപ്പം ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ തേന് ചേർത്ത് കഴിച്ചപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. രണ്ടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.